നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടിപ്പറിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഭയന്ന് വിറച്ചുപോയി. അടുത്തു നിന്നിരുന്ന രണ്ട് കുട്ടികളെയും പിടിച്ചു വലിച്ച് ഓടുകയായിരുന്നു. കൊല്ലം നീലേശ്വരത്ത് അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 പേരുടെ മരണത്തിനിടയാക്കിയ വൻ ദുരിതത്തിൽ നിന്ന് തലനാഴിലേക്ക് രക്ഷപ്പെട്ട അഞ്ജലി എന്ന യുവതി പേടിയോടുകൂടി ഓർത്തെടുക്കുകയാണ് ഈ നിമിഷം. കൺമുന്നിൽ നാടിനെ നടുക്കിയ ദുരന്തം, നാടിന്റെ ഞെട്ടലിൽ നിന്നും ഈ യുവതി ഇപ്പോഴും മുക്തയായിട്ടില്ല. മരിച്ചവരും പരിക്കേറ്റവരുമെല്ലാം ദിവസവും കാണുന്ന നാട്ടുകാരാണെന്നത് ദുരിതത്തിന്റെ ആഘാതം അത്രയും ഇരട്ടിക്കുകയാണ്. അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകാനായി രാവിലെ 7 മണിയോടുകൂടിയാണ് അഞ്ജലി നീലേശ്വരത്തെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയത്. ഇതേ സമയത്ത് സ്കൂളുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും പോകാനായി നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും അവിടെ ബസ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. സാധാരണയായി 7 മണിക്ക് വരേണ്ട ശ്രീവത്സം ബസ് അന്ന് 10 മിനിറ്റോളം വൈകിപ്പോയി. ആ കാത്തിരിപ്പിലേക്കാണ് അമിത വേഗത്തിനായി മരണപ്പാച്ചിലിൽ നടത്തി ടിപ്പർ ലോറി ഇടിച്ചു കയറിയത്. ഇറക്കവും വളവും ഒന്നിച്ചു വരുന്ന കൃത്യമായ ഒരു ടി ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത്. അളവിൽ കൂടുതൽ മണ്ണ് കയറ്റിയ ലോറി നിയന്ത്രണാതീതമായ വേഗത്തിൽ ഇറക്കം ഇറങ്ങി വന്നതാണ് വൻ ദുരിതത്തിന് കാരണമായതെന്ന് അഞ്ജലി ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കവലയിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ടിപ്പർ ആദ്യം എതിർദിശയിൽ നിന്ന് വന്ന ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിനെ ഇടിച്ചു തെറിപ്പിക്കുകയും തുടർന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പൂർണ്ണ ശക്തിയോടെ ഇടിച്ചു കയറുകയുമായിരുന്നു. എല്ലാം നിമിഷങ്ങൾക്കകത്താണ് സംഭവിച്ചത്. ടിപ്പറിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ അപകടം മണത്തു. അത് ബൈക്കിൽ ഇടിച്ചപ്പോഴേക്കും ഓടി മാറാനാണ് തോന്നിയത്. ആ പരിഭ്രാന്തികൾക്കിടയിലും അടുത്തു നിന്നിരുന്ന 2 പെൺകുട്ടികളെയും കൈകളിൽ പിടുത്തം കിട്ടി. അവരെയും വലിച്ച് പിന്നിലേക്ക് ഓടുകയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ടിപ്പർ ബൈക്കിനെയും നിരക്കി ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞിരുന്നു എന്നാണ് അഞ്ജലി പറയുന്നത്. അപകട സമയത്ത് 10ഓളം സ്കൂൾ കുട്ടികൾ ബസ് കാത്തു നിൽപ്പുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിന്റെ ഭിത്തിയും ടിപ്പർ ലോറിയും ഉണ്ടായിരുന്ന ടൺ കണക്കിന് മണ്ണും ഒന്നിച്ച് കുട്ടികളുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ആകെ ഭയന്നുപോയ അഞ്ജലി ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിച്ച് അമ്മയെ വിവരം അറിയിക്കുകയും അമ്മ അയൽക്കാരെയും കൂട്ടി സംഭവ സ്ഥലത്തേക്ക് ഓടി വരികയുമായിരുന്നു. ഇതിനിടയിൽ തന്നെ യുവതി പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. അപ്പോഴേക്കും ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനവും ആരംഭിച്ചു. നിയമലംഘനം നടത്തി പാഞ്ഞെത്തിയ ടിപ്പർ ലോറി കവർന്നത് 3 നിരപരാധികളുടെ ജീവനാണെന്ന ഓർമ്മയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നീലേശ്വരം ഗ്രാമം. ഇയാൾക്ക് ഹെവി ഡ്രൈവിങ്ങിനുള്ള ലൈസൻസ് ഇല്ല, മാത്രമല്ല വണ്ടിക്ക് പെർമിറ്റുമില്ല. രാവിലെ 7:15 നാടിന് നടുക്കിയ ഈ അപകടം ഉണ്ടായത്. 10ലേറെ വിദ്യാർത്ഥികളും നാട്ടുകാരും നീലേശ്വരം സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. പതിവായി രാവിലെ 7:10 വരേണ്ടിയിരുന്ന ബസ് അല്പം ഒന്ന് വൈകിയതാണ് ഇത്രയും അധികം ആളുകൾ സ്റ്റോപ്പിൽ ഒത്തുകൂടാനും ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും കാരണമായത്. അമ്പലപ്പുറത്തു നിന്നും ഫുൾ ലോഡ് മണലുമായി അതിവേഗത്തിൽ വന്ന ടിപ്പർ ലോറി എതിർദിശയിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് വരുന്നത് കണ്ട് നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മറിയുകയായിരുന്നു. മണ്ണ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ കടയുടെ ഓരവും മതിലും ഇടിച്ച് തകർത്താണ് വിദ്യാർത്ഥികളുടെ മേലേക്ക് മറിഞ്ഞത്. ഇതോടെ കാത്തിരുന്നവർ ലോറിക്കടിയിലും ടൺ കണക്കിന് മണ്ണിനടിയിലും പെട്ടുപോകുകയായിരുന്നു. അപകട സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ചില കുട്ടികളെ പെട്ടെന്ന് മാറ്റി ഓടി മറിയുന്നതിനാലാണ് കൂടുതൽ പേർ രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷിയായ യുവതിയും വ്യക്തമാക്കുന്നു. 10-12 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ 2-3 കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ മാറ്റാൻ പറ്റി, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് ആ യുവതിയുടെ വാക്ക്. ഒരു കാരണവശാലും ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.